BDJS ഉൾപ്പെടെ NDA സഖ്യകക്ഷികളുമായുള്ള BJPയുടെ സീറ്റ് വിഭജന ചർച്ച തിരുവനന്തപുരത്ത് പൂർത്തിയായി. BDJS ഒഴികെ മറ്റ് കക്ഷികൾക്ക് സീറ്റില്ല. ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാൽ ഉടൻ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. ഇന്ന് ഉഭയകക്ഷി ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ഉഭയകക്ഷി ചർച്ചയിൽ എല്ലാ ഘടകകക്ഷികളും അവരുടെ ആവശ്യങ്ങൾ BJP സംസ്ഥാന നേതൃത്വത്തെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുന്നിൽ വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അവതരിപ്പിക്കും. അതെല്ലാ ഘടകകക്ഷികളെ അറിയിക്കും. അതിനുശേഷം അതോടുകൂടി സീറ്റ് വിഭജനം പൂർത്തിയാകും. പിന്നീട് സ്വാഭാവികമായിട്ടും അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. റോഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റോഷിപാൽ, BJPക്ക് 16, BDJSന് 4. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? ബിനിൽ, NDA സീറ്റ് വിഭജനം സംബന്ധിച്ച് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അതിൽ തെറ്റില്ല, മാറ്റമില്ല. കാരണം ഇന്ന് ചേർന്ന ഉഭയകക്ഷി ചർച്ച എല്ലാ ഘടകകക്ഷികളുമായി BJP സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. അതിൽ BDJSന് 4 സീറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് സമാനമായി തന്നെ 16 സീറ്റിൽ BJP മത്സരിക്കും. പക്ഷേ ഈ 4 സീറ്റ് ഏതൊക്കെയാണെന്ന കാര്യമാണ് വ്യക്തത വരേണ്ടത്. നേരത്തെ BDJS മത്സരിച്ച വയനാട് മണ്ഡലം അത് മാറ്റി നൽകണമെന്ന ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അവിടെ സംഘടന ദുർബലമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മണ്ഡലം മാറ്റി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. പകരം കോട്ടയം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാണ് വേണ്ടത്. ഏതായാലും ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. മറ്റ് ചില ഘടകകക്ഷികൾ ചില ബോർഡുകളിൽ അംഗത്വമാണ് ആവശ്യപ്പെട്ടത്. ഈ കാര്യങ്ങളിലടക്കം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന രീതിയിലാണ് ഇന്നത്തെ NDA യോഗം പിരിഞ്ഞത്. ഏതായാലും 16 സീറ്റിൽ BJPയും 4 സീറ്റിൽ BDJSുമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായി. മാത്രവുമല്ല, വയനാട് സീറ്റ് BJP ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കാം മത്സരിക്കുമെന്ന ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ BDJS സീറ്റ് മാറ്റി നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചത്. ഏതായാലും മറ്റ് തർക്കങ്ങളൊന്നുമില്ല എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നാളെ തന്നെ രാവിലെ ദില്ലിയിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ പോകുന്നുണ്ട്. ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ശേഷം അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ബോർഡ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് BJP നേതൃത്വം അറിയിക്കുന്നത്. തീർച്ചയായും NDAയിൽ തർക്കങ്ങളൊന്നുമില്ല. BDJSും BJPയും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. 16 സീറ്റിൽ BJPയും 4 സീറ്റിൽ BDJSും മത്സരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ROഷിപാൽ.